ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം തരിക. ഇന്ന് ഈ ഈശോ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് കടന്നു വന്നിട്ട് പരിപൂർണമായിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്, നിന്നെ ഏറ്റെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വ്യാജ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 20-ാം തിരുവചനം, അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. വ്യാജപ്രവാചകൻ, നല്ല പ്രവാചകൻ ആരാണ്, വ്യാജപ്രവാചകൻ ആരാണ്, അല്ലെങ്കിൽ നല്ല വൃക്ഷം ഏതാണ്, ചീത്ത വൃക്ഷം ഏതാണ്? ഈശോ പറയാണ്, ഫലത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയും. അവരുടെ ജീവിതത്തിലേക്ക് നോക്കാം. ഫലം എന്താ? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന. നിങ്ങൾ വ്യക്തികളിലേക്ക് നോക്കിക്കൊണ്ട് അവരിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, അവരിലൂടെ എങ്ങനെ അഭിഷേകം ഒഴുകുന്നു, അത് നിരീക്ഷിച്ചാൽ ആ വ്യക്തി ദൈവത്തിൽ നിന്നുള്ളതാണോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് നമുക്കറിയാൻ പറ്റും. കണ്ണിൽ പൊടിയിടുന്ന ഒരുപിടി ആൾക്കാരുണ്ട്. പുറമോടികളിലേക്കല്ല, ഫലത്തിലേക്കാണ് നോക്കേണ്ടത്, അഭിഷേകത്തിലേക്കാണ് നോക്കേണ്ടത്. അവിടെയാണ് ആത്മാക്കളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഒന്നുകൂടി ചേർത്ത് വയ്ക്കട്ടെ, നിന്നെ മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതും ഇപ്രകാരം നീയാകുന്ന ഫലം കണ്ടുകൊണ്ടാണ്, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലം കണ്ടുകൊണ്ടാണ്. അഭിഷേകത്തിൻ്റെ ഫലം, ദൈവത്തിൻ്റെ ഫലം നിന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിനക്ക് വേണ്ടി അഭിഷേകത്തിൻ്റെ ഫലങ്ങൾ ചൂടുവാനായിട്ട്, ധാരാളം ഫലങ്ങൾ ചൂടുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ ഐശ്വര്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്യുന്നതനീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.